അങ്ങനെ നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ പരവൂർ ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച മൊത്തമായിട്ട് നമ്മൾ കിടന്ന് ഓടിയതും അലഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെയാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഈ പ്രശ്നങ്ങളെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഈ വിശാലമായ കടലിലേക്ക് നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം കൈമാറുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരും പ്രായഭേദമന്യേ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് സമയം ആ ഒരു സമാധാനത്തിന് വേണ്ടി കടലിനെ പലപ്പോഴുമായിട്ട് ആസ്വദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വളരെ ശാന്തമായ മനോഹരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കടൽ കൂടെ സാക്ഷിയാണ്. അപ്പോൾ കടൽ പലപ്പോഴും സാക്ഷിയാണ്. നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങളെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കടൽ കൂടെ സാക്ഷിയായിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കടലിലേക്ക് നമ്മൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരമാലകൾ ഇങ്ങനെ സമാധാനമില്ലാത്ത തിരമാലകൾ ഇങ്ങനെ നിരന്തരം കടലിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാണുന്ന മനുഷ്യൻ്റെ മനസ്സ് വളരെ ശാന്തമാവാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളാണ് ഈ കടലിനെ കൂടുതലായിട്ട് ആസ്വദിക്കുന്നുള്ളത്. കാരണം അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു കാരണം, അവർക്ക് ഇന്നലെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് യാതൊരു പരാതിയുമില്ല. നാളെ എന്ത് നടക്കാനിരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തകളുമില്ല. അവർ സത്യത്തിൽ ഇന്നത്തെ ഈ നിമിഷത്തെ സത്യത്തിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അവർക്ക് അത്രത്തോളം സമാധാനപരമായിട്ടും അത്രത്തോളം എൻജോയ് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ജീവിത രീതിയിൽ കൂടെ ആണ്, അവരുടെ ജീവിത കാലഘട്ടത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. നമ്മൾ മുതിർന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കടലിലേക്ക് സമാധാനത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണെങ്കിലും കടലിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്ന ഒരു സന്ദർഭം, നമ്മളെ ഈ തിരമാലകൾ വന്ന് നമ്മളെ കാലിൽ തട്ടിത്തലോടിയൊക്കെ പോകുന്ന ഒരു സന്ദർഭത്തിലെല്ലാം നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ മറന്നു പോകാറുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അലട്ടാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മളൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കൊടുക്കാനുള്ള കടം, ഇവിടെ കൊടുക്കാനുള്ള കടം, നമ്മുടെ മനസ്സ് സത്യത്തിൽ നമ്മൾ നിൽക്കുന്നിടത്തില്ല എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ മനസ്സുണ്ടാവുന്നില്ല. നമ്മുടെ മനസ്സ് ഇന്നലെ കഴിഞ്ഞാലും നാളെ വരാനുള്ളതിലും ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സും ശരീരവും ഒരുപോലെ ഉള്ളവർക്ക് ഒരേ സ്ഥലത്തുള്ളവരാണ് ഈ കുട്ടികൾ. കണ്ടില്ലേ അവർ എത്രത്തോളം മനോഹരമായിട്ട് ആസ്വദിക്കുന്നു, എത്ര മനോഹരമായിട്ടാണ് കടലിൽ ആസ്വദിക്കുന്നതെന്ന് കണ്ടില്ലേ. തീർച്ചയായിട്ടും നമ്മളെ ഈ കടൽ തിരമാലകൾ നമ്മളെ കാലിൽ തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ, ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളും ഇറങ്ങി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരിക്കും അത്. തീർച്ചയായിട്ടും നമുക്ക് കടലിൻ്റെ അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മളെ തന്നെ മറന്നു പോകുന്ന സന്ദർഭങ്ങളാണ്. കുറച്ച് നേരം നമ്മളെ തന്നെ മറന്നു പോവുകയാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. എന്നിരുന്നാലും മനുഷ്യൻ എത്രത്തോളം സമാധാനം തേടി ഇങ്ങനെ നടക്കുമ്പോഴും മനുഷ്യൻ സ്വന്തം ഉള്ളിലേക്ക് നോക്കാത്ത പക്ഷം സമാധാനമൊന്നും ഉണ്ടാവത്തില്ല. ഒരു പരിധി വരെ നമുക്കിവിടെ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നമുക്കൊരു സമാധാനം ഇതുണ്ടാകും. പിന്നെ എപ്പോഴെങ്കിലും ഒരു നല്ലൊരു ഓർമ്മയും ആയിരിക്കും ഇത്. അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ഡയറി പോലെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലോട്ട് ഇതൊക്കെ ഇടുന്നത് പോലെ തന്നെ നിങ്ങൾക്കും അതൊരു ഓർമ്മയായിരിക്കും, നല്ലൊരു ഓർമ്മ തന്നെ ആയിരിക്കും. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സമാധാനം എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ തന്നെയാണ്. നമ്മൾ ഈ കടപ്പുറത്തുള്ളവരോട് നിങ്ങളിവിടെ വളരെയധികം സമാധാനം ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരം തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം അവരും പറയാൻ സാധ്യത, ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ സിറ്റിയിലോട്ടൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്നൊക്കെ പോകണമെന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് അവരുടെ മറുപടി ഉണ്ടാകാറുള്ളത് പലപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് യഥാർത്ഥ സമാധാനമുള്ളത്. ആ സമാധാനത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. എന്നാലും പരമാവധി യാത്രകളൊക്കെ ചെയ്യുക. പരമാവധി യാത്രകൾ ചെയ്യുമ്പോൾ പരമാവധി എവിടെയെങ്കിലുമൊക്കെ ഈ കടപ്പുറത്ത് തന്നെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ യാത്രയിലും പുതുതായിട്ട് ഓരോ കാര്യങ്ങളും കൂടെ പഠിക്കാൻ പരമാവധി ശ്രമിക്കണം. ഒരു യാത്രയിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിഞ്ഞു എന്നുകൂടെ, യാത്രയെ ആസ്വദിക്കുക മാത്രമല്ല, യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിഞ്ഞു എന്നുകൂടെ നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. എല്ലാ യാത്രകളും നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ. വീണ്ടും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.